സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസിന്റെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. എന്ന് വരും നമ്മൾ അപ്ഡേറ്റുകളൊക്കെ തരുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ടും. പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് 1-2 ആഴ്ചകളായിട്ട് ഞാനും അപ്ഡേറ്റുകളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത്. കാരണം ഒന്നുമില്ലാതെ വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ബട്ട് ഓഡീഷൻസിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ എത്തുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു പ്രൊമോ എത്തിയേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഫൈനലി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാം കണ്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി ഏഷ്യാനെറ്റിന്റെ TV ചാനലിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവര് ലോഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൊമോ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പം ഉച്ച സമയത്താണ് എത്തിയത്. കണ്ട സമയത്ത് നമുക്ക് കുറച്ച് തിരക്കുകളായിരുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കൊക്കെ ഹാപ്പി ആയി എന്ന് തന്നെ കരുതുന്നു. ഇനിയും സമയമുണ്ട്. ഇതിപ്പം മെയ് തീരാറായതേ ഉള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 അല്ലെങ്കിൽ 10 തീയതിയൊക്കെയാണ് ലോഞ്ചിങ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ജൂലൈ അവസാനത്തേക്ക് ഒരു ലോഞ്ച് ഉണ്ടാകുമെന്ന് അറിയില്ല. നിലവിൽ അതിനെക്കുറിച്ച് കാര്യമായ അറിവുകളൊന്നുമില്ല. ബിഗ് ബോസിന്റെ വീടിന്റെ പണി അവിടെ നടക്കുന്നുണ്ട്. ഓഡീഷൻസ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്. സൂം മീറ്റിംഗ് ആയിരുന്നു. ഇനി ഡയറക്റ്റ് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുപോലെ ഇതിനിടയ്ക്ക് പല സൂം മീറ്റിങ്ങുകളും നടക്കും. പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളായിട്ട് അവർക്ക് കണ്ടന്റ് കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അവർക്കൊരു കോൾ എത്തുകയും അവരെ വീണ്ടും ഇന്റർവ്യൂവിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഈ ഒരു സീസൺ തുടങ്ങുന്നത് വരെയും നടന്നുകൊണ്ടേയിരിക്കും. ആ കരാവനിൽ എത്തുന്നത് വരെയും നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു ആൾക്കാരെ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആൾക്കാരെയൊക്കെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സാധ്യതാ പട്ടികയിൽ നമ്മൾ കേൾക്കുന്ന ലിസ്റ്റിനനുസരിച്ചാണ് തരുന്നത്. ഒരിക്കലും 100% ആയിട്ട് വിശ്വസിക്കേണ്ട. കാരണം ആ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവസാന നിമിഷം വരെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അത് എല്ലാ സീസണിലും പല കണ്ടസ്റ്റൻസിനും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ചിലപ്പം വൈൽഡ് കാർഡായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ 400 കണ്ടസ്റ്റൻസിൽ നിന്നാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്നാണ് പിന്നീട് 150 പേരിലേക്കും 50 പേരിലേക്കും ഒടുവിൽ ഈ പറയുന്ന 30 പേര്, 18 പേര് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ 20 പേര് മെയിൻ കണ്ടസ്റ്റൻസ്, പിന്നെ ഒരു 5-6 വൈൽഡ് കാർഡിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം. ലോഗോ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. പ്രൊമോ എല്ലാവരും കാണുക, എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയുക. ഫസ്റ്റ് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യത്തെ ലോഗോ എനിക്ക് പ്രത്യേകിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു പഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ കുഴപ്പമില്ല, സംഭവം ഓക്കെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മൊത്തത്തിൽ ആ ജിയോ ഹോട്ട്സ്റ്റാർ വന്നതോടുകൂടി ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ആയിപ്പോയി ഈ ഒരു പ്രാവശ്യത്തെ ലോഗോയ്ക്ക്. നമുക്ക് കാണുമ്പോൾ ഒരു കണ്ണിന് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് ഒരു ഭംഗി തോന്നുക എന്നൊക്കെ പറയില്ലേ. മിക്ക സീസണിലും ചില സീസണിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആണ്. പക്ഷെ ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ്. ചില സീസണുകളിൽ നല്ല അടിപൊളി ലോഗോ ആയിരിക്കും, കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. അപ്പം ഇതിന്റെ തീം എന്താണ് എന്നതിനെ കുറിച്ചൊന്നും ഇതുവരേക്കും ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി ആ ഒരു സീസൺ 7 ലോഗോ വരുന്ന ഒരു പോർഷനെ കാണിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പഞ്ച് ലോഗോ ലോഞ്ചിങ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു തീം എന്തായിരിക്കുമെന്നൊന്നും അറിയത്തില്ല. ഒരു മാസത്തിനുള്ളിൽ തീം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ നമ്മുടെ കോമണേഴ്സിനുള്ള ഒരു പ്രൊമോയും കൂടെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പം 2 മാസവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ പയ്യെ ആയിരിക്കും കാര്യങ്ങൾ. എന്തായാലും ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കൊരു ആശ്വാസമായല്ലോ, ലോഗോ എങ്കിലും എത്തിയല്ലോ. അപ്പം ഇതോടൊപ്പം നമ്മുടെ ഈ ഒരു സീസണിലേക്ക് എത്തുന്ന കുറച്ച് കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഉറപ്പൊന്നുമില്ല. ഓഡീഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു കുറച്ച് പേരുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 10-30 പേരുടെ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഓഡീഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും എത്തി. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ ഇവരൊന്നും ഉറപ്പൊന്നുമില്ല. നമുക്ക് കയറിയാൽ ഉറപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവരെ ഇന്റർവ്യൂ നടത്തി സ്റ്റാൻഡ് ബൈ നിർത്തിയേക്കുന്നു. കഴിഞ്ഞ സീസണിൽ പറഞ്ഞിരിക്കുന്ന കുറെ പേരുകളൊക്കെ ഈ ഒരു സീസണിലേക്ക് വന്നിട്ടുണ്ട്. പ്രവീൺ, മല്ലു മാർക്കറ്റിംഗ് പ്രവീൺ, അതുപോലെ തന്നെ ബിനീഷ് ബാസ്റ്റിൻ, അനുമോള്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, അഭിഷേക് നായർ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പേരുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ. ലാസ്റ്റ് സമയത്തും അതുപോലെ പലരും ബിഗ് ബോസിലേക്ക് പോകാൻ പെട്ടിയെടുത്തൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ അവസാന നിമിഷം അവരൊക്കെ റിജക്റ്റ് ആയിരുന്നു. എന്തായാലും നോക്കാം. കുറെ പേരുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ഈ ഒരു ഓഡീഷനിൽ വിളിച്ച കുറെ ആൾക്കാരെ നമുക്ക് ലിസ്റ്റ് കിട്ടിയവരുടെ പേരുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു 1-2 വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കമന്റ് ഇടുക. ഈ ഒരു സീസൺ 7 ലോഗോ എങ്ങനെയുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ഇടുക. അപ്പം മറ്റ് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.